ഉറുമ്പുകളുടെ കോളനി എടുത്തു കഴിഞ്ഞാൽ അതിൽ 3 തരം ആളുകൾ, 3 വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ സാധിക്കുക. റാണിയും പ്രധാന ജോലിക്കാരും പിന്നെ കുറച്ച് ജോലി മാത്രം ചെയ്യുന്ന ഒരു വിഭാഗവും. ഇതിൽ റാണി തന്നെയാണ് ഏറ്റവും വലുത്. റാണികൾക്ക്, രാജ്ഞിമാർക്ക് ആക്ച്വലി ചിറകുകളും കരളൊക്കെ ഉണ്ടാവും. അത് ഉറുമ്പുകളുടെ കോളനി എടുത്തു കഴിഞ്ഞാൽ അതിലുള്ള റാണികൾക്ക് ചിറകുകളും കരളൊക്കെ ഉണ്ടാവും. എന്നാൽ ഒരിക്കലും ഇണ ചേർന്ന് കഴിഞ്ഞാൽ, മീറ്റിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ആ ചിറകുകളും കരളൊക്കെ അവർക്ക് നഷ്ടപ്പെടുന്നതായിരിക്കും. മാത്രമല്ല റാണികൾക്ക് 10,000-കണക്കിന് മുട്ടകൾ ഇടാനായിട്ടും സാധിക്കും. ഒരു ഉറുമ്പ് കോളനി എടുത്തു കഴിഞ്ഞാൽ അതിൽ ജോലിക്കാരായ ഉറുമ്പുകളല്ലാതെ തന്നെ പെൺ ഉറുമ്പുകളായിരിക്കും. ഇവർ ഭക്ഷണം നേടിയിട്ട് കൂട്ടിൽ നിന്ന് 200 മീറ്റർ അകലെ വരെ സഞ്ചരിക്കാറുണ്ട്. ഇവരുടെ സൈസായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് വളരെ വലുതാണ് കേട്ടോ. അതൊരു പൂർണ്ണ വളർച്ച ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ 68 കിലോമീറ്റർ ഒരു ദിവസം നടക്കുന്ന തുല്യമാണ്. എന്നാൽ ആണുങ്ങൾക്ക് ചിറകുകളും കരളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ആണുങ്ങളുടെ ആകെയുള്ള ജോലി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടമായിട്ട് പറന്നിട്ട് ഇണകളെ കണ്ടെത്തുന്നതാണ്. അത് കണ്ടതിന് ശേഷം അവർ പറ്റിയ ആളായിട്ട് ഇണ ചേരും, മീറ്റിങ്ങിൽ ഏർപ്പെടും. മീറ്റിങ്ങിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ സ്പോട്ടിൽ തന്നെ അവന്മാർ ചത്തും പോകും, ആണുങ്ങൾ ചത്തുപോകും. അതാണ് ഇവരുടെ ആകെയുള്ള ഒരു ജോബ്. ഇണചേരലാണ് ആണുങ്ങളുടെ ആകെയുള്ള ലക്ഷ്യം. ആണുറുമ്പുകളുടെ ആകെയുള്ള ജോലി അത് മാത്രമാണ്.